മുതിർന്ന നേതാവ് കെ ഇസ്മായിലിനെതിരെ നടപടിയെടുക്കാൻ സിപിഐ. പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വിശദീകരണം തേടും. സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. ശ്രീജിത്തുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ ഈ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ നടപടിയെടുക്കാൻ സിപിഐയുടെ തീരുമാനം. വിവരങ്ങൾ എന്താണ്? കീർത്തന, ഇന്ന് ചേർന്ന സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവാണ് മുതിർന്ന നേതാവും മുൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ കെ ഇസ്മയിലിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നടപടിയെടുക്കുന്നതിന് മുന്നോടിയായി കെ ഇസ്മയിലിൽ നിന്ന് വിശദീകരണം തേടാനാണ് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശദീകരണം അടുത്ത എക്സിക്യൂട്ടീവ് തന്നെ ചർച്ച ചെയ്ത് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന ധാരണയാണ് ഇപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരിക്കുന്നത്. മുൻ MLA പി രാജുവിന്റെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം പാർട്ടിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവരുന്നതിനെ കുടുംബം എതിർത്തിരുന്നു. കുടുംബത്തിന്റെ അത്തരം പരാതികൾ കഴമ്പുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് കെ ഇസ്മായിൽ മാധ്യമങ്ങളോട് നടത്തിയത്. മാത്രമല്ല, പി രാജുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ നടപടിക്ക് വിധേയനായ അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ കൺട്രോൾ കമ്മീഷൻ തീരുമാനമെടുത്തിരുന്നു എന്നുകൂടി കെ ഇസ്മായിൽ പറഞ്ഞു. എന്നാൽ കൺട്രോൾ കമ്മീഷൻ അത്തരമൊരു തീരുമാനമെടുത്തിരുന്നില്ല. പി രാജുവിന്റെ പ്രവർത്തന പാരമ്പര്യവും പ്രായവും കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ കുറ്റങ്ങൾക്ക് കുറച്ചുകൂടി ലഘൂകരിച്ചുള്ള ഒരു നടപടി ഉണ്ടാകുന്നതാണ് നല്ലത് എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. അക്കാര്യത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവും എറണാകുളം ജില്ലാ കൗൺസിൽ തീരുമാനമെടുത്തിരുന്നില്ല. ഇത്തരത്തിൽ തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രതികരണം കെ ഇസ്മായിലിൽ നിന്ന് ഉണ്ടായതാണ് സംസ്ഥാന നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇസ്മായിലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സിപിഐയുടെ എറണാകുളം ജില്ലാ കൗൺസിൽ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ഈ പരാതി പരിഗണിച്ചുകൊണ്ടാണ് ഇസ്മായിലിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. നടപടി ചർച്ച ചെയ്ത സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഒരാൾ ഒഴികെ എല്ലാവരും ഇസ്മായിലിനെതിരെ നടപടിയെടുക്കണം എന്ന നിർദ്ദേശത്തോടെ യോജിച്ചു. ഹൗസിംഗ് ബോർഡ് ചെയർമാനായ കോഴിക്കോട് നിന്നുള്ള മുൻ ജില്ലാ സെക്രട്ടറി TV ബാലൻ മാത്രമാണ് മൗനം പാലിച്ചത്. ബാക്കി എല്ലാവരും ഇസ്മായിലിനെതിരെ നടപടി വേണം എന്ന ആവശ്യത്തിന് ഒപ്പമാണ് നിന്നത്. നേരത്തെ പാലക്കാട് ജില്ലാ നേതൃത്വവുമായുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പാലക്കാട്ടെ വിഭാഗീയ പ്രശ്നങ്ങളിൽ ഇസ്മായിലിനെതിരെ നടപടിക്ക് നീക്കമുണ്ടായിരുന്നു. അന്ന് ദേശീയ നേതൃത്വം ഇടപെട്ടാണ് നടപടിയിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അതിനുശേഷം മാധ്യമങ്ങളോട് തെറ്റായ തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തരുതെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി D രാജ തന്നെ ഇസ്മായിലിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന് ലംഘനമാണ് ഉണ്ടായത് എന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എന്തായാലും ഇസ്മായിലിനെതിരെ നടപടി ആസന്നമായിരിക്കുന്നു. അതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തോട് വിശദീകരണം ആരായാൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, അപ്പോൾ കെ ഇസ്മായിലിനോട് സിപിഐ വിശദീകരണം തേടും. വിവരങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്.